തീർച്ചയായും സർവേ നമ്പറുകൾ മാത്രം കാണും. ഒരേ സർവേ നമ്പറിൽ തന്നെ എത്രയോ പേർക്ക് ഭൂമിയുണ്ട്. ആ ഭൂമി തിട്ടപ്പെടുത്താൻ സാധാരണക്കാരന് സാധിക്കുകയില്ല. സാധാരണ മനുഷ്യൻ്റെ കൃഷിഭൂമി അവൻ്റെ ഉപജീവനമാർഗം മാത്രമല്ല, അവൻ്റെ ജീവിതം മുഴുവനുമുള്ള ഏക സമ്പാദ്യമാണ്. അത് വെച്ചാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള തമാശകൾ കളിക്കുന്നത് എന്നുള്ളത് ഏറെ ദുഃഖകരമാണ്. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ചെയ്ത ഒരു കാര്യം ചെയ്യാനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. പക്ഷെ അത് ഇവിടെ ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ അപലപനീയമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിസ്സംഗത ഉണ്ടാവുന്നതെന്നാണ് കരുതുന്നത്? നിസ്സംഗത ഉണ്ടാകാൻ കാരണം അത് ഉദ്യോഗസ്ഥർ വേണ്ട രീതിയിൽ സർക്കാരിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയോ കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കുകയോ ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി കഴിഞ്ഞ തവണ മുൻകൈയെടുത്ത് ജിയോ കോർഡിനേറ്റുകൾ ഉൾപ്പെടെയുള്ള മാപ്പ് തയ്യാറാക്കാൻ നിർദ്ദേശം കൊടുത്തു. അപ്രകാരമുള്ള മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ആ മാപ്പ് പൊതുജനങ്ങൾക്ക് അവൈലബിൾ ആക്കാനുള്ള ശ്രമം നടന്നിട്ടില്ല. ആരോ ഇത് അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഈ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം ഇന്നലെയും ഞങ്ങൾ സഭയുടെ ഭാഗത്ത് നിന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാർ സത്വരമായി ഇടപെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്യേണ്ടത്. ജിയോ കോർഡിനേറ്റുകൾ ഉൾപ്പെടുത്തിയ മാപ്പ് ആളുകൾക്ക് ലഭ്യമാക്കുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ച സംഭവിച്ചുവെന്നും അതിനാൽ പ്രസ്തുത മാപ്പ് ലഭ്യമാക്കിയ ശേഷം 50 ദിവസത്തിനുള്ളിൽ പരാതികൾ സമർപ്പിക്കാൻ ആളുകൾക്ക് അവസരം കൊടുക്കണമെന്ന് കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും അപ്രകാരം സാവകാശം നേടിയെടുക്കുകയുമാണ് ചെയ്യുന്നത്. പലവട്ടം ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനകത്ത് കാര്യമായി ഇടപെടാമെന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് അതിനുവേണ്ടി പ്രത്യേക സമിതികളെ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരുന്നു. അവർ കൃത്യമായ ഭൂപടങ്ങൾ ജനപ്രതിനിധികളുമായി കൂടിയാലോചിച്ച് നിർണ്ണയിക്കുകയും ചെയ്തതാണ് ജിയോ കോർഡിനേറ്റുകൾ ഉൾപ്പെടെ. ഇപ്പോൾ ആ ഭൂപടം പരിശോധനയ്ക്ക് ലഭ്യമാക്കുന്നതിന് പകരം ഉമ്മൻ കമ്മീഷൻ്റെ കാലത്ത് നിർണ്ണയിക്കപ്പെട്ട ഒരു ഭൂപടമാണ്, അതും സർവേ നമ്പർ മാത്രം ഉൾപ്പെടുന്ന ഒരു ഭൂപടമാണ് ഇപ്പോൾ ലഭ്യമാക്കിയിരിക്കുന്നത്. സർക്കാരിൽ നിന്ന് ഫലപ്രദമായ ഇടപെടൽ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സർക്കാരിൽ നിന്നല്ലാതെ വേറെ ആരിൽ നിന്നാണ് ഈ കർഷകർ പ്രതീക്ഷിക്കേണ്ടത്? അതുകൊണ്ട് തീർച്ചയായും സർക്കാരിൽ നിന്ന് ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഇടതുപക്ഷ സർക്കാർ കർഷക പക്ഷത്ത് നിൽക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. ഇല്ല എങ്കിൽ വളരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലൂടെ മലയാള കർഷകർ കടന്നു പോകാൻ നിർബന്ധിതരാവുകയാണ്. കത്തോലിക്ക കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ കർഷക സംഘടനകൾ അതുപോലെ സംവിധാനങ്ങൾ ഈ വിഷയത്തിൽ നീതി ലഭിക്കുന്നത് വരെയും പോരാടാൻ ഞങ്ങൾ നിർബന്ധിതരായിത്തീരും. രാഷ്ട്രീയപരമായ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. കാരണം നേരത്തെ ഉൾപ്പെടുത്തിയ വില്ലേജുകളിൽ നിന്ന് ഏകദേശം 30ഓളം വില്ലേജുകൾ ഒഴിവാക്കപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. ഒഴിവാക്കുന്നതിനെ ഞങ്ങൾ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ആ മാനദണ്ഡങ്ങൾ പ്രകാരം 40ഓളം വില്ലേജുകൾ ഒഴിവാക്കിയപ്പോൾ സമാന മാനദണ്ഡങ്ങളുള്ള മലബാറിലെ വില്ലേജുകൾ അവഗണിക്കപ്പെട്ടു എന്നുള്ളതിലാണ് ഞങ്ങൾക്ക് പരാതി. ഏതെങ്കിലുമൊക്കെ വില്ലേജുകൾ ഒഴിവാക്കിയതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പരാതിയില്ല. മറിച്ച് ഈ സമാന മാനദണ്ഡങ്ങൾ വെച്ച് മലബാറിലെ വില്ലേജുകളെ ഈ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കാമായിരുന്നിട്ടും എന്തുകൊണ്ട് സർക്കാർ അതിന് മുൻകൈ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നത്. ആരെയും കുടിയിറക്കില്ല എന്നുള്ള ഒരാശ്വാസവചനമാണ് നേതാക്കന്മാർ എപ്പോഴും പറയുക. അത് വലിയ ആശ്വാസമൊന്നുമല്ല. കുടിയിറക്കിയല്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഒരായുസ് മുഴുവനും അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമി ആർക്കും വിലയില്ലാത്തതായി തീരുന്നു എന്നുള്ളതാണ് ESA ഗ്രേഡിങ് വരുമ്പോൾ അല്ലെങ്കിൽ അപ്രകാരം തരംതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് സങ്കടകരമായ വസ്തുത. ഇപ്പോൾ തന്നെ ESAയിൽ ഉൾപ്പെട്ട വില്ലേജുകളുടെ കൃഷിഭൂമിയുടെ മൂല്യം 10-1 ചുരുങ്ങിയെന്ന് മാത്രമല്ല ആർക്കും അത് വേണ്ടാത്ത അവസ്ഥയെത്തി. ഈ ഒരു ഗതികേട് അവസാനിപ്പിക്കണമെങ്കിൽ സംരക്ഷിത വനവും അതുപോലെ വേൾഡ് ഹെറിറ്റേജ് പദ്ധതിയിൽ ഉൾപ്പെട്ടതുമായ ഭൂപ്രദേശങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയെല്ലാം
ESAയുടെ പരിധിയിലല്ല എന്നുള്ള വ്യക്തമായ നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, ESAയിൽ ഉൾപ്പെട്ട വില്ലേജും പഞ്ചായത്തും സെപ്പറേറ്റ് ഒരു ഫോറസ്റ്റ് വില്ലേജായി പ്രഖ്യാപിക്കുക. കൃഷിഭൂമി ഉൾപ്പെടുന്ന സാധാരണക്കാരൻ്റെ ഭൂമി ഉൾപ്പെട്ട പ്രദേശം ഈ 131 വില്ലേജുകളിലും റവന്യൂ വില്ലേജായി പ്രത്യേകം അടയാളപ്പെടുത്തുകയും ചെയ്യുക. അതിലൂടെ മാത്രമേ കർഷകൻ്റെ ഭൂമിക്ക് വിലയില്ലാതാകുന്ന ഈ ഗതികേട് അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിലെ 131 വില്ലേജുകളിൽ 50ഓളം വില്ലേജുകൾ ഈ മലബാറിലെ 4 ജില്ലകളിൽ മാത്രമായി വന്നു എന്നുള്ളത് ചില നിക്ഷിപ്ത താൽപ്പര്യക്കാരുടെ നിർദ്ദേശങ്ങൾക്ക് സർക്കാർ വഴങ്ങിയോ എന്നുള്ള വലിയ സംശയം ഞങ്ങൾക്ക് രൂഢമൂലമാകാൻ ഇടവന്നിട്ടുണ്ട്. അതുകൊണ്ട് നീതിപൂർവമായി ഈ വിഷയത്തിൽ സർക്കാർ സത്വരമായി ഇടപെടണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ. പ്രസിദ്ധം ചെയ്ത ശേഷം 50 ദിവസം കർഷകർക്ക് തങ്ങളുടെ പരാതികൾ ബോധിപ്പിക്കാൻ അവസരം കിട്ടണം. അത് ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാർ തന്ന അവകാശമാണ്. ആ അവകാശം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് സർക്കാരിനോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ESA നോട്ടിഫിക്കേഷൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കാനുള്ള സമയപരിധി ഈ സെപ്റ്റംബർ 30 അവസാനിക്കുകയാണ്. മലയോര കർഷകർ മുഴുവനും വലിയ ആശങ്കയിലാണ്. ESA അഥവാ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പരിധിയിൽപ്പെടുത്തി തങ്ങളുടെ കൃഷിഭൂമികൾ നഷ്ടമാകുമോ എന്നുള്ള വലിയ ആശങ്കയിലാണവർ. ഇവിടെ അടിസ്ഥാനപരമായൊരു പ്രശ്നം, ESA മാപ്പ് പ്രസിദ്ധീകരിച്ചപ്പോൾ മറ്റെല്ലാ സംസ്ഥാനങ്ങളും ജിയോ കോർഡിനേറ്റുകൾ ഉൾപ്പെടുന്ന മാപ്പുകൾ പ്രസിദ്ധം ചെയ്തു എന്നുള്ളതാണ് സത്യം. അതേസമയം കേരളത്തിൻ്റെ മാപ്പ് ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ മാപ്പിലുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വെബ്സൈറ്റ് പരിശോധിക്കുമ്പോൾ നമുക്കാകെ കിട്ടുന്നത് ജിയോ കോർഡിനേറ്റുകൾ ഉൾപ്പെടുന്ന മാപ്പുകൾ നമുക്ക് ലഭ്യമല്ല. മറിച്ച് സർവേ നമ്പറുകൾ മാത്രമേ അവിടെയുള്ളൂ. അതായത് കർഷകർക്ക് ഇത് പരിശോധിച്ചാൽ ഒരിക്കലും തിരിച്ചറിയാൻ പറ്റുന്നില്ല തങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഭൂമി ഇതിനകത്ത് ഉൾപ്പെട്ടോ ഇല്ലയോ എന്നറിയാനുള്ള സാഹചര്യമില്ല. അതുകൊണ്ട് സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള ഒന്നാമത്തെ കാര്യം, ഈ ജിയോ കോർഡിനേറ്റുകൾ ഉൾപ്പെട്ട യഥാർത്ഥ മാപ്പ് പ്രസിദ്ധം ചെയ്ത് അത് ആളുകൾക്ക് അവൈലബിൾ ആക്കുകയും അതിനുശേഷം 50 ദിവസം ഈ പരാതികൾ സമർപ്പിക്കാനുള്ള അവസരം നൽകുകയും ചെയ്യണം. ഇത് ഉദ്യോഗസ്ഥരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കും അവരുടെ ദയാദാക്ഷിണ്യങ്ങൾക്കും കർഷകരെ ബലിയാടാക്കുന്ന ഒരു ഗതികേടിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളത് ഏറെ ദുഃഖകരമായ വസ്തുതയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ഈ വിഷയത്തിൽ സത്വരമായ നടപടി സ്വീകരിക്കണം എന്ന് മലയോര ജനത ഒരു മനസ്സോടെ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. ദിനംപ്രതി തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു വരുന്ന ഏവിയേഷൻ ടൂറിസം മേഖലയിൽ മികച്ച ജോലി ലഭിക്കാവുന്ന കോഴ്സുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഏവിയേഷൻ മേഖലയിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ഉത്തര കേരളത്തിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ്, എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ.